തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്തെ ബീക്കുട്ടി കോളനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കോളനിക്ക് ഇങ്ങനെയൊരു പേര് വന്നതിൻ്റെ പുറകിൽ ഒരു പെൺകരുത്തിൻ്റെ കഥയുണ്ട്. സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെയോ വൻകിട സ്വകാര്യ വില്ല നിർമ്മാതാക്കളുടെ ബ്രാൻഡ് നെയിമോ ഇല്ല ഈ കോളനിക്ക്. പലതരത്തിലുള്ള വീടുകളുണ്ട് ഈ കോളനിയിൽ. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും ബീക്കുട്ടി എന്ന സ്ത്രീ നിർമ്മിച്ചതാണ്. അങ്ങനെയാണ് ആരാണ് ബീക്കുട്ടി എന്ന അന്വേഷണം പ്രസക്തമാകുന്നത്. അതുമാത്രമല്ല, ബീക്കുട്ടിയും കുടുംബവും സ്വന്തമായി താമസിക്കുവാൻ വേണ്ടി നിർമ്മിച്ച വീടുകളാണ് പലർക്കായി വിറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമീണ ഭവന പദ്ധതിയുടെ ഉപജ്ഞാതാവിനെ തേടിയായി ഞങ്ങളുടെ അടുത്ത യാത്ര. രാവിലെ 8 മണിക്ക് തന്നെ ബീക്കുട്ടി സ്വന്തം റേഷൻ കട തുറക്കും. ഇവിടുത്തെ മുഴുവൻ ഉത്തരവാദിത്വവും ബീക്കുട്ടിക്കാണ്. അവശ്യ സാധനങ്ങൾക്ക് റേഷൻ കടയെ ആശ്രയിക്കുന്ന ശീലമുള്ളവരാണ് ഈ നാട്ടിൻപുറത്തുകാർ. ഇരുപത് വീടുകളാണ് ഇവിടെ ബീക്കുട്ടി നിർമ്മിച്ച് താമസിച്ച് വിറ്റത്. ഓരോ ഗൃഹപ്രവേശനത്തിനും ഇതാണ് തന്റെ പാർപ്പിടമെന്ന് മനസ്സിലുറപ്പിക്കും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് വിൽക്കും. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ധങ്ങളും വലിയ കടക്കാരിയാക്കിയപ്പോഴാണ് സ്വന്തമായി ഉണ്ടായിരുന്ന വീട് വർഷങ്ങൾക്ക് മുമ്പ് വിൽക്കുന്നത്. കടം വീട്ടി മിച്ചമുണ്ടായിരുന്ന തുകയ്ക്ക് ചെറിയ വീട് വെച്ച് താമസം തുടങ്ങി. അപ്പോഴാണ് സ്വന്തമായി വീടില്ലാത്ത സുഹൃത്ത് ആ വീട് വിൽക്കുന്നു എന്ന ചോദ്യവുമായി എത്തിയത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചുരുങ്ങിയ ലാഭത്തിന് വിറ്റു. ഈ വീട് പണിയിൽ കടങ്ങിയത് ഈ 1999 അതിനുണ്ടായ കാരണം ആദ്യം ദുബായ് റോഡ് എന്ന് പറയും. അവിടെ ഞങ്ങളെ തറവാട്ടിലൊരു 10 സെന്റ് കിട്ടി അതിലൊരു വീട് വെച്ചാണ്. അത് കടബാധ്യതകളെ കൊണ്ട് ബിസിനസ്സായിട്ടൊരു ഈ പലചരക്ക് കട തുടങ്ങി. അതിൽ കടം പോയി, പൊളിഞ്ഞപ്പോൾ ബാങ്ക് ലോണായി. അപ്പോൾ അതിന് കടബാധ്യത വന്നപ്പോഴാണ് അത് വിൽക്കേണ്ടി വന്നത്. ലാഭത്തിൻ്റെ ലാഭമാവുമെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. വേറൊരു വ്യക്തി വന്ന് ചോദിച്ചാൽ അത് മാക്സിമം ഒരു കണക്കിട്ട് നോക്കുമ്പോൾ നമ്മ 10-50 രൂപ കിട്ടുമല്ല നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി പിന്നൊന്ന് കയറ്റുമ്പോൾ ആകുകയാണ്. അപ്പോൾ അത് വന്നാൽ കട 1-1.5 കടം വരുമ്പോൾ അത് വിറ്റ അപ്പുറത്ത് സ്ഥലം ഉണ്ടല്ലോ അതിൽ വിൽക്കുക. അതിന് അത് ഇതായിട്ട് വേറെ ഒരു നായന്മാരെ പറമ്പായിരുന്നു. അവർ 10 സെന്റ് തന്നിട്ട് അതിൽ ഇങ്ങനെ വിറ്റ് കൊടുക്കും. ഇപ്പോൾ ജീവിതത്തിൽ കഷ്ടമില്ലാന്ന് മാത്രം, കടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. വീടുണ്ടാക്കി വിൽക്കുന്ന ബിൽഡർമാരെ കുറിച്ചൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത കാലത്താണ് ബീക്കുട്ടി അറിഞ്ഞോ അറിയാതെയോ വീട് വിൽപ്പന തുടങ്ങുന്നത്. വീടുകളുടെ പ്ലാൻ ബീക്കുട്ടിയുടേത് തന്നെയാണ്. ഓരോ വീടും വിൽക്കാറാവുമ്പോഴേക്കും വീട്ടുമുറ്റത്ത് പൂന്തോട്ടവും മറ്റ് സൗകര്യങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും. ഓരോ വീട്ടുമുറ്റത്തെയും മരങ്ങൾ ബീക്കുട്ടി നട്ട് നനച്ച് വളർത്തിയതാണ്. കുട്ടികൾക്ക് പിന്നെ ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് വരാറുണ്ടാവും വീട് വാങ്ങിയതിന് ശേഷം? വരാറുണ്ട്. പിന്നെ ഇപ്പൊ വീട് എന്ന് പറയുന്നത് അവര് മേടിച്ചതിന് ശേഷം വീടിന് അങ്ങനത്തെ ഒരു കേടോ എല്ലാരും പറയും കേടുള്ള വീടാവും എന്നൊക്കെ. പെണ്ണുങ്ങ പണിയണല്ലേ, അതിന് ഗ്യാരണ്ടി ഇല്ലല്ലോ. ആണുങ്ങളെ എഞ്ചിനീയർമാരും വെച്ചാലല്ലേ ഗ്യാരണ്ടി പറയുള്ളൂ. അവൾക്കിപ്പോ ഈ താമസിച്ചതിന്റെ ശേഷം ഒരു എന്തിനെങ്കിലും ഒരു പിന്നെ ഓടുള്ള ഭാഗമാകുമ്പോ ഓട് മാറ്റേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള അത് വെച്ചിട്ട് പെണ്ണുങ്ങ ഉണ്ടാക്കിയ വീട് അവരേന്ന് വാങ്ങിയത് കൊണ്ട് ആ വീട് നാശമായിന്ന് തോന്നുന്നുണ്ടാ? 20ാമത്തെ വീടിന്റെ പണി നടക്കുമ്പോഴും ബീക്കുട്ടി വലിയ ധനികയായി എന്ന് തെറ്റിദ്ധരിക്കരുത്. വലിയ ലാഭമുണ്ടാക്കാനൊന്നും ആഗ്രഹമില്ല. പിന്നെ 2 തവണ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. പരിപൂർണ വിശ്രമം വേണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. പക്ഷേ അതിനൊന്നും ബീക്കുട്ടി തയ്യാറല്ല.
അസുഖമുള്ള ഒരാളായിരുന്നു മുമ്പേ. അപ്പോൾ അതിൽ തടഞ്ഞുകൂടി കുത്തിരിക്കാതെ മൂപ്പര് ആ അസുഖത്തിനെ ഒരു തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ മൂപ്പര് ഈ ആദ്യം തന്നെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ചെറിയൊരു സ്ഥലം മേടിക്കുകയായിരുന്നു. പിന്നെ അതിലൊരു വീടുണ്ടാക്കാൻ ശ്രമിച്ചു. അത് വീടുണ്ടാക്കി. പിന്നെ അത് വിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിറ്റുപോയി. പിന്നെ അങ്ങനെ ക്രമേണ അതിലൊരു ചെറിയൊരു എന്താ പറയുക, വീട് നിർമ്മാണം എന്നുള്ള മൂപ്പരൊരു സ്റ്റൈലാക്കിയിട്ട് മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് വീടുകൾ ഉണ്ടാക്കലും അതുപോലെ തന്നെ അത് ഇതിൻ്റെ ലാഭമെന്തെങ്കിലും കൊടുത്ത് ഇപ്പോൾ പുതിയ എന്താ പറയുക നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. ഇത് ഇപ്പോൾ ഇതിൽ വിജയിക്കുകയും ചെയ്തു. ആ വിജയത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യം തന്നെയാണത്. ഒരു സ്ഥിരോത്സാഹം, ഏത് കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് മുഖത്തേക്കുണ്ടായിരുന്ന ഒരു മെച്ചം. അത് തന്നെയാണ് ഇപ്പോൾ ഈ നേട്ടം. ചെലവ് കുറഞ്ഞ ഈ ഗ്രാമീണ പാർപ്പിട പദ്ധതിയുടെ ഉപജ്ഞാതാവിന് 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. എന്നിട്ടും നാട്ടുകാരുടെ സകല കാര്യത്തിനും ഇവർ മുൻപന്തിയിലുണ്ട്. സ്വന്തമായി എഴുതാനും വായിക്കാനും പഠിച്ചു. വിദ്യാഭ്യാസം കുറവാണ്. 2 വരെ പോയിട്ടുള്ളൂ സ്കൂളിൽ. അന്ന് സാഹചര്യം വീട്ടിൽ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള ഒരു ഇന്നത്തെ കുട്ടികൾക്ക് ഞമ്മ പഠിപ്പ് കൊടുക്കണം. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞമ്മ പോണ്ടാന്ന് തോന്നിയാൽ ഇന്ന പോണ്ട അവിടെ ഇരുന്നോ, ഒന്നുമില്ല നെല്ലിനെ കാക്കനോ വെക്കാനാ, അല്ലെങ്കിൽ കുട്ടികൾ ചെറുതാണെങ്കിൽ അവരെ പരിപാലിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നീക്കി വിടും. ഇന്നത്തെ അമ്മ ആയാലും അമ്മ അങ്ങനെ പറഞ്ഞാലും മക്കളൊന്നും സാഹചര്യത്തിൽ പഠിക്കാണ്ടിരിക്കില്ല. അന്ന് അതായിരുന്നു. അന്ന് 2 വരെ പഠിക്കാനുള്ളൊരു ഇത് കിട്ടിയുള്ളൂ. മടിയും പോകണമെന്നുള്ളൊരു ഇതില്ല. ഇന്നത്തെ ഈ ഒരു ആത്മവിശ്വാസത്തിൽ എന്തും ചെയ്യാന്നുള്ളൊരു കഴിവാന്ന് പഠിക്കാന്നുണ്ട് വെച്ചെങ്കിൽ അത് തോന്നിയില്ല. തന്റെ 55 വയസ്സിനിടെ ചെയ്യാത്ത പണികളില്ല. ബീഡി തെറുത്തു, പപ്പടം പണി പഠിച്ച് കുറെ കാലം അതുണ്ടാക്കി വിറ്റു. ഇപ്പോഴും ചെറിയ ഇടവേളകളിൽ പോലും കർമ്മനിരതമാണ് ഇവരുടെ ജീവിതം. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും സജീവം. പ്രാവ് വളർത്തലിൽ മികവ് തെളിയിച്ചവരാണ് ബീക്കുട്ടിയുടെ കുടുംബശ്രീ സംഘാംഗങ്ങൾ. ഇപ്പോൾ വളയും മാലയും കടലാസ് കമ്മലുകളും നിർമ്മിക്കാനും ബീക്കുട്ടി പഠിച്ചു കഴിഞ്ഞു. അയൽവാസിയും ബീക്കുട്ടി നിർമ്മിച്ചു വിറ്റ വീട്ടിലെ താമസക്കാരനുമായ വേണുഗോപാലാണ് ഗുരു. താത്ത ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ എന്ത് കണ്ടാലും വേഗം മനസ്സിലാവാനുള്ളൊരു ഇതുണ്ട്, ഒരു ഒറ്റ പ്രാവശ്യം കണ്ടാൽ. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ് ഭർത്താവ് മുഹമ്മദ് അലി. ബീക്കുട്ടിയുടെ പരിശ്രമങ്ങൾക്ക് ബന്ധുക്കളും കൂട്ടിനുണ്ട്. പിന്നെ ഇതന്നെ അവരെ ഇഷ്ടത്തിന് വീടുണ്ടാക്കും. വീട് വിറ്റാൽ എൻ്റെ വീട്ടിൽ വരും താമസം. അടുത്ത വീടുണ്ടാക്കി പണി ചെയ്യുന്നവരെ എൻ്റെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ വീട് താമസം അങ്ങോട്ട് മാറും. അത് വെക്കുമ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ വരും. അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു വീട് പണി കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വരാൻ നിൽക്കുകയാണ്. സുഖമില്ല, അതാണ്. പിന്നെ ഈ ആരും ഒന്നും പറയില്ല, ഞങ്ങളൊന്നും പെങ്ങളെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ് എല്ലാം. വിശ്രമമില്ലാത്ത ഈ ജീവിത പാഠം എന്തെന്ന് ചോദിച്ചാൽ ബീക്കുട്ടിയുടെ ഉറച്ച മറുപടി ഇങ്ങനെ: സ്വന്തം അനുഭവം. ഒരിക്കലും സ്ത്രീകൾ ഒതുങ്ങി മനസ്സ് എന്തേലും നിസാര കാര്യങ്ങളോ അതിൻ്റെ വിധിയാണെന്ന് വെക്കരുത്. അതിനെ മറികടന്ന് നമ്മൾ വേറൊരു ഇതിലേക്ക് വന്ന് അത് താരണം ചെയ്ത് നമ്മളെ കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടതാണെന്നുള്ള നമ്മളെ രോഗത്തിനെ പോലും നമ്മൾ മറക്കും. രോഗങ്ങൾ ഇല്ലാന്ന് തന്നെ പറയും. ഇപ്പം രോഗിയായാലും അടഞ്ഞിരുന്ന് ഏതിൽക്ക് ഇടപെടിച്ച് അതിൽ പ്രവർത്തിച്ചാൽ നമ്മളെ മനസ്സിന് തന്നെ ഒരു സമാധാനം. ഒന്നുമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുക. തീർന്നില്ല. ബീക്കുട്ടി താത്ത കമ്പ്യൂട്ടർ പഠനവും തുടങ്ങിക്കഴിഞ്ഞു. ഇനി റേഷൻ കടകളിൽ കമ്പ്യൂട്ടർ നിർബന്ധമാണ്. പ്രതിസന്ധികളിൽ മനംമടുത്ത് വിധിയെ പഴിച്ച് ജീവിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് ബീക്കുട്ടി താത്ത. അതിജീവനത്തിന്റെ മാതൃക.